ഏദൻ തോട്ടത്തില് നന്മ തിന്മകളെ കുറിച്ച് തിരിച്ചറിയുന്ന ആ വൃക്ഷത്തിന് ചുറ്റും കെരൂബുകളെ അങ്ങ് കാവലാക്കിയിരുന്നേൽ ആ ഏരിയയിലോട്ട് സർപ്പത്തിന് എടുക്കാൻ പറ്റുമായിരുന്നു. ആ ഏരിയയിലോട്ട് ഹൗവയ്ക്ക് ചെല്ലാൻ പറ്റുമായിരുന്നോ? ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച നാൾ മുതലേ തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം ദൈവം വെച്ചിട്ടുണ്ട്. ഒന്നുകിൽ ദൈവ ശബ്ദം അനുസരിച്ച് ആർവൻ വൃക്ഷത്തിന്റെ ഫലം പറിക്കാതിരിക്കുക, ഇല്ലെങ്കിൽ സർപ്പത്തിന്റെ വാക്ക് കേട്ട് വൃക്ഷത്തിന്റെ ഫലം അനുഭവിക്കാം. തമ്പുരാൻ വന്ന ആരുടെയും കയ്യെ പിടിച്ച് പറിക്കരുതെന്ന് പറയുന്നില്ല. പക്ഷെ ദൈവം വാക്ക് മാറിയില്ല. തക്ക സമയത്ത് സായാഹ്നമായപ്പോൾ ദൈവം ഇറങ്ങി വന്നു. ആദം, നീ എവിടെ എന്ന് ചോദിച്ച് ദൈവം ഇറങ്ങി വന്നു. ദൈവം വാക്ക് മാറിയില്ല. പക്ഷേ മനുഷ്യൻ ആ ഉടമ്പടിയിൽ നിന്നും പുറത്തുപോയി. അതുകൊണ്ട് മനുഷ്യൻ പറഞ്ഞു, യഹോവയായ കർത്താവേ, ഞങ്ങൾ നഗ്നരാ. തമ്പുരാൻ ചോദിച്ചു, ആദമേ നീ നഗ്നനാണോടാ എന്ന് ചോദിച്ചില്ല. മനുഷ്യർ പറഞ്ഞു, പാപം ചെയ്ത് കൃപയുടെ ആ തേജസിന്റെ വസ്ത്രം നഷ്ടമാക്കിയ മനുഷ്യർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ പാപികളാ, ഞങ്ങൾ നഗ്നരാ. ഉടനെ കർത്താവ് ചോദിച്ചു, ഭക്ഷിക്കരുതെന്ന് പറഞ്ഞ ആ പഴം ഭക്ഷിച്ചുവോ? തോട്ടത്തിനകത്ത് നിൽക്കണോ തോട്ടത്തിന് വെളിയിൽ പോകണോ എന്നുള്ളത് നാം തീരുമാനിക്കുന്ന കാര്യമാണ്.